നേന്ത്രപ്പഴം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന അടിപൊളി ചായക്കടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കണം. 2 അച്ച് ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് നേന്ത്രപ്പഴമാണ് വേണ്ടത്. വലുതാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. അപ്പൊ ഞാൻ എടുത്തത് കുറച്ച് ചെറുതാണ് ട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് പഴം ദാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഓരോ പഴവും 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ട്ടോ നമുക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ 4 പഴവും ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ പഴത്തിന്റെ കളറ് ഒന്ന് മാറി വരുന്നത് വരെയാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. കുറേ സമയം വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും പിന്നെ ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഞാൻ ഫസ്റ്റ് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുത്തത്. ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അപ്പൊ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഒരു 1/4 കപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിലെല്ലാം വെച്ച് കൊടുത്താൽ മതി. റവയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി വരും. ഈ ശർക്കരപ്പാനിയെല്ലാം ഒന്ന് വറ്റിയിട്ട് ഒന്ന് കുറുകി വരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. കുറച്ച് സമയം ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോഴേക്കും ഇതിലെ വെള്ളം മൊത്തം വറ്റിയിട്ട് ഇതേപോലെ ഒന്ന് കുറുകിയിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ചൂട് ആറിയതിന് ശേഷം നമ്മൾ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഗീയോ മറ്റോ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇത് ഞാൻ കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് നമ്മുടെ ഉന്നക്കായിന്റെ എല്ലാം ഷേപ്പിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കട്ട്ലേറ്റിന്റെ ഷേപ്പിലോ അല്ലെങ്കിൽ വടയുടെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതാവുമ്പം പെട്ടെന്ന് പണി കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതേപോലെ നമ്മൾ എല്ലെണ്ണം റെഡിയാക്കിയിട്ട് വെക്കണം. ഇത് നിങ്ങൾക്ക് റംസാനിലും ട്രൈ ആക്കി നോക്കാവുന്നതാണ്. നമ്മളെപ്പോഴും ഉന്നക്കായ ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അതുപോലെ ഷുഗറും വേണ്ടാലോ. നമുക്ക് ശർക്കരപ്പാനി ചേർത്തിട്ട് ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എല്ലെണ്ണം റെഡിയാക്കിയതിന് ശേഷം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഓയിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഉന്നക്കായയിലും ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിൽ പഴവും റവെല്ലാം ഓൾറെഡി കുക്ക് ആയതാണ്. അപ്പൊ അതുകൊണ്ട് കുറേ സമയം ഇതിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ലൊരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ ഇതാ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ എല്ലാ സ്നാക്കും റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.